അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ കോഴി ഉണ്ടാവുമല്ലോ. ഇന്ന് അത് കരയുമ്പോൾ ചൊല്ലേണ്ട, കൂകുമ്പോൾ ചൊല്ലേണ്ട ദിക്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് ആദ്യമായി കേൾക്കുന്നവരുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ സത്യമാണോ? ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയുണ്ടോ? എൻ്റെ മനസ്സിലും ഇതേപോലെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു. കോഴി കൂകുമ്പോഴും നായ കുരക്കുമ്പോഴും ഈ പ്രാർത്ഥന എല്ലാവരും ചൊല്ലുക. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കോഴിയെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല. കാരണം അത് നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുന്ന ജീവിയാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. കോഴി ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള 16 വീടുകൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? കോഴി കൂകണത് അള്ളാഹുവിൻ്റെ മലക്കുകളെ കണ്ടിട്ടാണ്. ആ സമയത്ത് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ കോഴി കൂകണ സമയത്തുള്ളൊരു പ്രാർത്ഥന പറഞ്ഞു തരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാണ് അവിടുത്തെ ഔദാര്യത്തിന് വേണ്ടി. നിങ്ങളുടെ വീട്ടിൽ കോഴിയെ വളർത്തുക. അതിനെ ചീത്ത പറയരുത്. അത് കൂകുമ്പോൾ ഈ ദിക്റ് ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. ഇനി കോഴി കൂകുമ്പോൾ ഈ ദിക്റ് ചൊല്ലാൻ ആരും മറക്കരുത്. പിന്നെ കഴുത കരയുന്നതും നായ കുരക്കുന്നതും ശൈത്വാനെ കണ്ടിട്ടാണ്. നമ്മുടെ നാട്ടിൽ കഴുതയില്ലല്ലോ. അപ്പോൾ നായ കുരക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ശൈത്വാനിൽ നിന്ന് മോചനം തേടണം. അതെങ്ങനെയാണെന്നറിയോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബാങ്ക് കൊടുക്കണ സമയത്ത് നായ നന്നായിട്ട് കുരക്കൂലേ? ആ സമയത്ത് ഞാനും നിങ്ങളും ഇത് ചൊല്ലണം. അപ്പോൾ കാണാം നായ കുരക്കുന്നത് ഇല്ലാതാകും. അത് എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ദിക്ർ പറഞ്ഞാൽ നായ കുരക്കുന്നത് ഇല്ലാതാകും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുഭവമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ റഷു വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.